ഓക്കെ, എന്റെ ലൈഫിന്റെ ഒരു ഞാൻ കഥ പറയട്ടെ. ഓക്കെ. കഥ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ആൺസുഹൃത്തോ പെൺസുഹൃത്തോ? ആണ് സുഹൃത്ത്. ഓക്കെ. എന്റെ നാട്ടിലായിരുന്നു. എല്ലാം നല്ലപോലെ എനിക്ക് ഭയങ്കര സ്നേഹമായിട്ടുള്ള ഒരു സുഹൃത്താണ്. ഒരു ദിവസം മൊബൈല് മേടിക്കാൻ പറഞ്ഞു. ഞാൻ നല്ലൊരു മൊബൈലൊക്കെ മേടിച്ചു കൊടുത്തു. സംഭവം പറയുമ്പോൾ എന്റെ വൈഫ് എന്റെ ഉമ്മക്ക് ഇല്ല പൊളിച്ചിട്ട് മൊബൈലാണ് പിടിച്ചോണ്ടുണ്ടായത്. നല്ല മൊബൈലൊക്കെ കൊടുത്തു. എന്ത് വേണം അങ്ങ് കൊടുക്കുക. അങ്ങനെ ഒരു ദിവസം അവൻ ദുബായിൽ വന്നു. എന്റെ പണിന്റെ ഇടയിൽ ഞാനുണ്ടല്ലോ അവന് ഒരു 7 ദിവസം കറക്കി എല്ലാം ഇതാക്കി നാട്ടിലേക്ക് പർച്ചേസിങ് എല്ലാം ആക്കി നാട്ടിലേക്ക് അയച്ചു. അയച്ചിട്ട് എല്ലാം ആയിട്ടുണ്ടല്ലേ. കുറെ വർഷം കഴിയുമ്പോഴത്തേക്ക് എന്റെ പൈസ ഒന്നും ഇല്ലാതായി, എംടി ആയി, പൂജയായി, നാട്ടിലായി. അങ്ങനെ നാട്ടിൽ കുറച്ച് സുഹൃത്തുക്കൾ സിനിമക്ക് വാങ്ങിച്ച് തീരുമാനിച്ചു. 5-6 സുഹൃത്തുക്കള്, അങ്ങനെ 5 സുഹൃത്തുക്കൾ. അപ്പൊ എല്ലാവരും റെഡിയായി. ഞാൻ സിനിമക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലേ, ഞാൻ സിനിമക്ക് പോകാൻ വേണ്ടി വന്ന് ഒരു 7 മണിക്ക് പോകുന്നു. 9 ഷോക്ക് പോകുന്നത് ബാംഗ്ലൂർക്ക്. അങ്ങനെ വന്നിട്ട് ബൈക്ക് നിർത്തുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു കാലത്ത് പോയാണ്. വല്ലാതെ വിഷമായി പോയി. അപ്പൊ എന്റെ വേറെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. സംഭവം ഏതോ ഒരു മൂവിന്റെ ഒന്നല്ല, എന്റെ ലൈഫിൽ നടന്നത്. എന്റെ നാട്ടിൽ അങ്ങനെ നാട്ടിൽ എന്റെ ഫ്രണ്ട് പറഞ്ഞു എന്താ പോവാത്ത. ഞാൻ പറഞ്ഞു ഞാൻ വന്നവന്മാർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടെല്ലാം അയച്ച് 2 ദിവസം കഴിയുമ്പോ അതിന്റെ പിന്നെ സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്താടാ നീ കൊണ്ടുപോകാത്തെന്ന് വെച്ച്. അപ്പൊ അവൻ പറയും വിഷമിക്കല്ലേ, മറ്റേ ഞാൻ ദുബൈയിലേക്ക് വന്ന് കറക്റ്റ് സുഹൃത്തില്ലേ, അവൻ ഞാനുണ്ടെങ്കിൽ ഇഷ്ടമല്ലെന്ന് വരുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലത്. എന്തുകൊണ്ട് പണം ഇല്ലെങ്കിൽ ഇത്രയ്ക്കും പോരാ അവിടെ. ഞാൻ കാര്യം ചോദിച്ചു, ഒരു ഭാരമായി. ആ സമയത്ത് എന്റെ അത്യാവശ്യത്തിന് പൈസ ഇല്ലുണ്ടായിരുന്നു സിനിമ കൊടുക്കുന്നൊക്കെ. അല്ല അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? അവനടുത്ത് ചോദിക്കാൻ, അവന്റെ അടുത്ത് ചോദിച്ചെങ്കിൽ എന്ത് പറയാൻ. ഇപ്പൊ തിരിച്ചു പറഞ്ഞെങ്കിലും അതാണ് കാലം മോനെ. അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്ത് പറയുന്നത് എന്താ അറിയോ, സുഹൃത്തുക്കളെ നോക്കുമ്പോഴത്തേക്കും സൂക്ഷിച്ച് നോക്കണം. എന്താ പറയുക, എപ്പോഴാ എങ്ങനെ പണി തരുന്ന അറിയില്ല. ഒരു സുഹൃത്തുക്ക് നല്ല പണി തരാൻ പറ്റുള്ളൂ. അല്ല, പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഇല്ല. വരും, സമയമുണ്ടല്ലോ. എടാ ഒരു അനുഭവം വരും. ഒരു മനുഷ്യൻ സുഹൃത്ത് നിന്നുണ്ടല്ലേ ഇങ്ങനത്തെ ഒരു അനുഭവം വരും. നിന്റെ തടിക്ക് ഷുഗറും വരും. എന്തറിയുന്നു? അതുകൊണ്ട് അപ്പൊ അതുപോലത്തെ നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും എന്റെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി. നമ്മൾ അതേപോലെ പേരൊന്നും പറയാതെ വീഡിയോ എടുക്കുന്നതായിരിക്കും. എന്ത് പറയുന്നു? അപ്പൊ ഇന്നത്തെ നമ്മളെ ലൈഫിന്റെ എക്സ്പീരിയൻസ് ബ്ലോഗ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.